ഇന്ന് ഞാൻ കടൽ ക്ലോഡ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ മിനി ഡെസ്ക്. വേറൊന്നുമല്ല, എനിക്ക് മിനി ടൈം ടേബിൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര സംഭവം. എന്നാൽ ഞാൻ ചെയ്ത് അത് കൊള്ളാവുന്നുണ്ടെങ്കിൽ പോലും എനിക്കൊന്ന് ട്രൈ ചെയ്യണം. അത് നമുക്കൊരു തട്ടിക്കൂട്ടി മിനി ഡെസ്ക് ടൈം ടേബിൾ ഉണ്ടാക്കാം. വരൂ, A4 ഷീറ്റ് എടുക്കുക, അതിൻ്റെ സൈഡിൽ നിന്നൊരു പാർട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ട് വോയിസ് കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടതെന്ന് അതാണ് മെയിൻ റീസൺ. നിങ്ങൾ കണ്ട് മനസ്സിലാക്കുകയാണ് ആ ടൈം ടേബിൾ സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ള സ്റ്റാൻഡ്. അങ്ങനെ സ്റ്റാൻഡ് എന്ന് പറയാനൊന്നും ഇല്ല, ഒരു തട്ടിക്കുട്ടിയ സ്റ്റാൻഡ്. രസമില്ലല്ലോ, നമുക്കൊന്ന് കളർ ചെയ്ത് എടുത്തുള്ള കുപ്പി പെയിൻറ്റ് എല്ലാം ഡാർക്ക് കളറാണ്. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ പിങ്ക്, ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുപ്പി പെയിൻറ്റിലാണെങ്കിൽ അങ്ങനത്തെ ഒരു കളറേ ഇല്ല ഗൈസ്. അപ്പം നമുക്ക് വിചാരിച്ചു റെഡും വൈറ്റും മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന കളർ അടിക്കാമെന്ന് വിചാരിച്ചു. ഈ റെഡ് തപ്പുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ എങ്ങനെയല്ലോ എനിക്ക് റെഡും വൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത്. ഇതിനൊന്നും അത്ര വെള്ളം ആവശ്യമൊന്നുമില്ല, എന്നാലും എനിക്ക് വെള്ളം വേണം ഈ ഒരു കുപ്പി പെയിൻറ്റിനൊക്കെ. സോ വേറൊരു വേസ്റ്റ് ടൈപ്പ് അങ്ങനത്തെ ഒരു കപ്പ് ഉണ്ടെങ്കിൽ ഇതിലത്തെ വൈറ്റ് കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് അതിൽ കുറച്ച് റെഡും ആഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കിട്ടും. റെഡ് ഞാനൊരു ഡ്രോപ്പാണ് ഇട്ടിക്കുന്നുള്ളൂ, കാരണം കുറച്ച് ഡാർക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ നല്ല കൊള്ളാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡ്രോപ്പ് യൂസ് ചെയ്യുന്നത്. ഇതാ ഈ ഒരു കളറാണ് എനിക്ക് കിട്ടിയത്. സംഭവം ഞാൻ ഇതന്നെയാണ് എനിക്ക് വേണ്ട കളറും. എൻ്റെ അത് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. വേറൊന്നുമല്ല, ഞാൻ ഈ എൻ്റെ ഈ ബ്ലാക്ക് ടേബിളിലൊക്കെ കളർ ആവുന്നതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ബാക്കിലൊരു അവിടെ വെച്ചിട്ട് ഞാൻ അടുത്ത് പണിയൊക്കെ വേണ്ടത്ര പീസിലുള്ള ഒരു മിനി പേപ്പർ പീസ്. നിങ്ങളുടെ ടൈം ടേബിളിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. നിങ്ങൾ സ്കൂളിൽ എത്ര സബ്ജക്റ്റ് ഉണ്ട്, ലൈക്ക് അങ്ങനത്തെ 1 2 3. ഇപ്പോൾ എൻ്റെ സ്കൂളിൽ 8 ആണ്. സോ അങ്ങനെ 8 കോളംസ് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ അത്ര. ഇതൊന്നുമല്ല ഗൈസ്, കോമഡി എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും കളർ അടിക്കണമല്ലോ, സോ കളർ അടിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ടൈം ടേബിളിൻ്റെ ഫൈനൽ കോമഡി. ഞാൻ പറഞ്ഞുതരാം. പിങ്കാന്ന് വിചാരിച്ച് അടിച്ചു കൂട്ടിയതാണ് സംഭവം. സംഭവം ഒരു പീച്ച് കളർ അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. ഞാൻ നല്ലോണം പോയി നമ്മൾ ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്. ഈ ഡേയ്സ് ഇല്ലേ, അവിടെ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. ഇനി ഉണങ്ങാൻ വെച്ച അതിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് കുറച്ച് എസ്തറ്റിക്കൊക്കെ ആക്കണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെയും കുറച്ച് ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുക, അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി സ്റ്റിക്കേഴ്സ് വേണം. ഇനി സ്റ്റിക്കേഴ്സ് ഇല്ലാത്തവർ ഒരിക്കലും ഇത് ചെയ്യാണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഒന്ന് വരച്ച് മുറിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. എനിക്കാണെങ്കിൽ എസ്തറ്റിക്സ് മതിയാവുന്നില്ല, അതുകൊണ്ട് ഞാനൊരു ക്ലൗഡും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ടാറ്റാ.